നമ്മുടെ PC എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിക് ക്ലോസറ്റ് പുറന്തള്ളിയിട്ടുള്ള ക്ലോസറ്റ് വേസ്റ്റ്, അതായത് തീട്ടം അതുപോലെ നക്കിത്തുടച്ച് അതുപോലെ വന്ന് ഛർദ്ദിക്കുന്ന ഒരു ജീവിനെ നമുക്ക് കാണാം. വേറെ ആരുമല്ല, നമ്മുടെ അതെ, നമ്മുടെ കാമിദ് തന്നെയാണ്. കാമിദ് എന്ന് ഭയങ്കര കൂലങ്കുശമായിട്ട് ഒരു റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ഏതായാലും കേട്ടിട്ട് ബാക്കി പറയാം. മറന്ന ചില വാക്കുകളാണ് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞാൽ അതില്ല. അയ്യോ, അങ്ങനത്തെ വിഷയമൊന്നും നമ്മുടെ നാട്ടിലില്ല, വെറുതെ പറയാണ്. അതാ DGP പറഞ്ഞില്ലേ, അവര് പറഞ്ഞില്ലേ, ഇവര് പറഞ്ഞില്ലേ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഹിന്ദുവാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിഞ്ഞ ശേഷം യുവതിയെ ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്താൻ ശ്രമിച്ച കേസിൽ 3 പേരെയാണ് ഗാസിയാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ ഭർത്താവ് അഹ്സാൻ, അയാളുടെ സഹോദരൻ ഇമ്രാൻ, 2 പേരുടെയും പിതാവ് അഖ്ലാഖ്. രക്തസാക്ഷിയാകാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ എന്താ ചെയ്യുക? ജിഹാദിയാകാൻ വേണ്ടിയിട്ട് തന്തേ മക്കളും. അതെന്താണ് കാമിക്കുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞാല്? നമ്മുടെ നാട്ടിലെ കാര്യങ്ങളല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. ഈ തുടക്കത്തിൽ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? PC പറഞ്ഞ കാര്യം, അതല്ലെങ്കിൽ നമ്മൾ മറന്ന കാര്യം എന്നൊക്കെ ലജ്ജ് പറഞ്ഞത്. അപ്പൊ നമ്മളങ്ങനെ ഗാസിയാബാദിലോട്ടാണ് കയറിയോ? അപ്പൊ പിന്നെ ഞാനും കേരളം വിട്ടിട്ടുണ്ട് അല്ലേ? ഞാനും കേരളം വിട്ടു. ഞാനിനി കേരളമൊന്നും പഠിക്കുന്നില്ല. അപ്പൊ PC പറഞ്ഞ 400 വെറും തന്നെ ഗുണ്ടായിട്ട് പൊട്ടിയല്ലോ അല്ലേ? നമ്മുടെ കാമിക്കുട്ടി എന്നെ പൊട്ടിച്ചു. ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് ആക്കി കഴിഞ്ഞാൽ അടുത്ത മുസ്ലിം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാമല്ലോ. 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു മിനിറ്റ്. ഈ മുസ്ലിങ്ങളെ അല്ല, ഹിന്ദുക്കളെ മുസ്ലിമിലോട്ട് മാറ്റി മുസ്ലിം കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക പറയുമ്പോൾ ഇതൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് രാഹുൽ ഈശ്വർ ഒരു കാര്യം പറഞ്ഞു, ഇത് കേട്ടിരുന്നത്. അത് കേട്ടിട്ട് നമുക്ക് ബാക്കി ഇതിലോട്ട് വരാം. അതോടെ കേട്ടിട്ട് വാ. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തില് ഒരു അമ്മയുടെ, അമ്മച്ചിയുടെ, ഉമ്മയുടെ വയറ്റിൽ 2.1 കുട്ടികൾ ജനിക്കണം. ഞങ്ങൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് ജനിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭയവും ഈ പേടിയും ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കള്ളങ്ങളാണ് ഈ ലവ് ജിഹാദ്, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ. ഈ പറഞ്ഞ സംഘികളും പിന്നെ എന്നെ പോലത്തെ കുറച്ച് മുസ്ലിമുകളും തീട്ട സംഘികളും നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യത്തിന് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചിലച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളെ കൊണ്ട് കുട്ടികളുണ്ടാക്കാൻ പറ്റാഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആണുങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ പരിപാടി നടക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ പെണ്ണുങ്ങളെ കൊണ്ട്, മച്ചികളായ പെണ്ണുങ്ങളാണെങ്കിൽ മക്കളുണ്ടാവാത്തതിന് ഇപ്പം ആവപ്പെട്ട മുസ്ലിങ്ങളെ മേൽ കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ആദ്യം നിങ്ങൾ 4 കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നത്, അതായത് നിങ്ങളെ കൂട്ടത്തിലെ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു പെമ്പിള്ളേർക്ക് ആൺകുട്ടികളെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ 4 മക്കളുണ്ടാക്കി കൊടുക്ക്. ഈ പുതിയ തലമുറക്ക് കിട്ടട്ടെ. കല്യാണം കഴിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആൾക്കാരില്ലെങ്കിലല്ലേ മറ്റേ സ്ഥലത്തോട്ടൊക്കെ ആൾക്കാർ പോകുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ മോളെ കാമി. ഇനി എന്താണ് അടുത്ത കാമിയുടെ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. പറ. നോക്കണം. എന്നിട്ട് ഈ അഹ്സാനും പിതാവായ അഖ്ലാഖും സഹോദരൻ ഇമ്രാനും ഇവരെ ഇസ്ലാമിലേക്ക് മതം മാറിയേ പറ്റൂ നിർബന്ധിക്കുന്നു. ക്ഷേത്രത്തിൽ പോയി താലി കെട്ടിയവന്റെ കെട്ടിയോളായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? വീട്ടുകാരെ ധിക്കരിച്ചു വന്നു. ശരി, കെട്ടി. അവർ പറഞ്ഞു എനിക്ക് പറ്റില്ല, കെട്ടി എന്നുള്ളതൊക്കെ ശരിയാണ്, മതം മാറാണെന്ന് എനിക്ക് പറ്റില്ല. പീഡനത്തിനിരയായി എന്ന് ഗാസിയാബാദ് പോലീസിൽ അവർ നേരെ കൊണ്ട് പരാതി കൊടുത്തു. ഗാസിയാബാദ് ആയതുകൊണ്ടും UP യോഗി ഭരിക്കുന്നത് കൊണ്ടും 3 പേരെയും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങോട്ട് പൊക്കിയെടുത്തു. ഇതൊക്കെ ഉള്ളതാണോ? നമ്മുടെ UP-ക്കാർ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ കാമി? ഇനി നാളെ പറയും യോഗിജി സ്വന്തം പുരയെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്തൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ മോദിയും ഈ പറഞ്ഞ യോഗിയും NIA ഒക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് അത്തായം ഉണ്ണാറെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അങ്ങനെ വല്ലതും വെറുതെ തള്ളല്ലേ പ്ലീസ്, പതുക്കെ തള്ളു. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു തള്ള ഞാൻ തരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇത് കേക്ക്. നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ ഒരു ചലനവും സംഭവിക്കുമായിരുന്നില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം കേരളം അങ്ങനെയാണ്. അതുപോലെ ഇവരുടെ അസഹിഷ്ണുത ഭയങ്കരമാണ് കേട്ടോ. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ഇസ്ലാമിനെ എങ്ങാനും വിമർശിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു അസഹിഷ്ണുത, അവരെ അങ്ങ് ഇല്ലാതാക്കണം എന്നുള്ളതാണ്. പിന്നീട് മനസ്സിലായ പ്രയാഗ്രാജില് മഹാകുംഭമേള അവസാനിച്ച് 1 ദിവസത്തിന് ശേഷം നഗരത്തിലെ ദരിയാബാദ് പ്രദേശത്ത് വ്യാഴാഴ്ച ഒരു പശു കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം.
എൻ്റെ ദൈവമേ, പശു കൊല്ലപ്പെട്ടോ? ഛേ, കുംഭമേള നടന്ന സ്ഥലത്ത് ഗാസിയാബാദിൻ്റെ സൈഡിൽ പശു കൊല്ലപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അല്ലേ? എൻ്റെ പൊന്നു കാമി, സോറി കേട്ടോ, പശുക്കെ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഛേ, എന്തപ്പം ചെയ്യുക? ഒരു 4 പശുവിനെ വാങ്ങിച്ചു കൊടുത്താൽ പ്രശ്നം തീരുമോ? അതല്ല, നീ പശുമാതാവിനെ കൊന്ന ആരാന്ന് തെളിയിക്കണോ? എന്താ അവസ്ഥ? ഇതൊക്കെയാണ് നമ്മുടെ കാമിയുടെ പ്രശ്നങ്ങൾ, ഗാസിയാബാദിലെ പ്രശ്നങ്ങൾ, മഹാകുംഭമേള കഴിഞ്ഞെടുത്ത് പശു ചത്ത് കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കാമിയുടെ പ്രശ്നങ്ങൾ. നാട്ടിലെ പശു തിരിച്ചും മറച്ച് റോട്ടുമേൽ അവിടെയും ഇവിടെയൊക്കെ ചത്ത് കിടക്കുന്നു. അതൊന്നും നമ്മുടെ കാമിക്ക് പ്രശ്നമില്ല. അപ്പം കാമി എന്ന് പറഞ്ഞ കണക്കിൽ വെച്ചിട്ട് ഗാസിയാബാദിൽ എവിടെയോ ആരോ ഒരു ഹിന്ദു പെണ്ണ് എന്താ പറയുക മുസ്ലിമിനെ കല്യാണം കഴിച്ച് മതം മാറി. അതാണ് നമ്മുടെ PC ജോർജിനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ കാമിയോക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് തെലങ്കാന ടുഡേ ന്യൂസ് ഞാൻ തുടങ്ങാം. ഹിന്ദു മിലിറ്റന്റ് ലീഡേഴ്സ് കോൾസ് ഫോർ കൺവേർട്ടിംഗ് 4 മില്യൺ മുസ്ലിം വുമൻസ് ടു ഹിന്ദുയിസം. അതായത് ഒരു ഹിന്ദു മിലിറ്റൻ്റ് ആണ് പറഞ്ഞത്, ഒരു മിലിറ്റന്റ് ലീഡറാണ് പറഞ്ഞത്, ബാക്കിയുള്ള ആൾക്കാരോട് ആഹ്വാനം ചെയ്തിക്കാണ് 4 മില്യൺ മുസ്ലിം പെണ്ണുങ്ങളെ നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്ന്. ഇത് ഏത് വകുപ്പ് പെടും? കാമി ഏത് വകുപ്പ് പെടും? പോട്ടെ, അടുത്ത ന്യൂസ്. ഒരുപാട് ന്യൂസ് ഉണ്ട്, ഞാൻ ഒന്നൊന്നായിട്ട് തരാം. രണ്ടാമത്തെ ന്യൂസ് ദ എക്സ്പ്രസ് ട്രിബ്യൂണിൽ വന്ന ന്യൂസാണ്. Hundreds of Indian Muslim girl being forced into converting to Hinduism. 100-ൽ പരം മുസ്ലിം പെണ്ണുങ്ങൾ ഫോഴ്സ്ലി കൺവേർട്ട് ചെയ്യാണ് ഹിന്ദുയിസത്തിലോട്ട്. അതായത് മുസ്ലിം വുമൺ കൺവേർട്സ് ടു ഹിന്ദുയിസം ആൻഡ് മാരി ഹിന്ദു മാൻ. ഉത്തരാഖണ്ഡ് HC ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ക്ഡ് DM why conversion application hasn't been processed. അതായത് ഉത്തരാഖണ്ഡിൽ ഓൾമോസ്റ്റ് 100-ൽ പരം മുസ്ലിം പെണ്ണുങ്ങളെ കൺവേർട്ട് ചെയ്യാണ് ഹിന്ദുയിസത്തിലേക്ക് കല്യാണം കഴിക്കണം പറഞ്ഞിട്ട്. ഇത് ഏത് ജിഹാദിൽ പെടും? അപ്പം ലവ് ശ്രീകൃഷ്ണ നമുക്ക് ഇടാം, ജിഹാദ് മാറ്റിയിട്ട് അല്ലേ? കാമി ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനിയുണ്ട്, ഒന്നൊന്നുമല്ല. അടുത്ത ന്യൂസ്. 4 booked for conversion to Hinduism from Islam in ഉത്തരാഖണ്ഡ്. അടുത്തതാ 4 പേരെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഹിന്ദുയിസത്തിൽ കൺവേർട്ട് ചെയ്യാൻ. പോലീസ് കേസ് എടുക്കുന്നൊക്കെ പറഞ്ഞത്, നടന്നത് തന്നെ. അടുത്ത ന്യൂസ് പിടിച്ചോ. ഇന്ത്യൻ ആഗ്ര മുസ്ലിം ഫിയർ കൺവേർഷൻ ടു ഹിന്ദുയിസം. Nearly a dozen Indian Muslim families have fled their homes in Agra after 57 families were reportedly കൺവേർട്ടഡ് ടു ഹിന്ദുയിസം അഗെയിൻസ്റ്റ് ദെയർ വിൽ. അവരുടെ ഇഷ്ടപ്രകാരമല്ലാണ്ട് 57ഓളം ഫാമിലിനെ നമ്മുടെ ഹിന്ദുയിസത്തിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പേടിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള ആ നാട്ടിലെ മനുഷ്യന്മാരെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ എടുത്തത് എന്നെപ്പോലെ വെറുതെ ഒരു തെളിവില്ലാണ്ട് ചുമ്മാ കഥകളല്ല, വിത്ത് ന്യൂസാണ്. കഴിഞ്ഞ 5-10 കൊല്ലത്തിനിടയ്ക്കുള്ള പല ന്യൂസുകളാണ് എൻ്റെ കാമിക്കുട്ടിക്ക് ഞാൻ കാണിച്ചു തന്നത്. കാമിക്കുട്ടി അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മുടെ അടുത്ത് വന്ന മറ്റൊരു ന്യൂസ് ഉണ്ട്, ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നതാണ്. 35 years old man booked for converting Muslim woman to Hinduism. 35 വയസ്സുള്ള ഒരു മനുഷ്യൻ, അതായത് ഉത്തരാഖണ്ഡിൽ തന്നെയാണ്, ആൻറ്റി കൺവേർഷൻ ലോ ഉള്ള സ്ഥലമാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ഒരു മുസ്ലിം പെണ്ണിനെ കൺവേർട്ട് ചെയ്യാൻ, എന്തിനാ കല്യാണം കഴിക്കാൻ. ഇത്രയും കൺവേർഷൻസിന് ന്യൂസ് ഞാൻ അങ്ങ് കിട്ടുന്നത്. ഈ മറ്റേ വായ്ത്താൽ അടിക്കുന്ന പോലെ ഞാനത് പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ അന്ന്, ഇതങ്ങനല്ലേ, ഇതിങ്ങനല്ലേ, മോദിജിൻ്റെ തമ്പുരാനല്ലേ, യോഗിജിൻ്റെ മറ്റോനല്ലേ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഞങ്ങൾക്ക് വിത്ത് പ്രൂഫാണ് ഞങ്ങൾക്ക് സൈഡിലിട്ടെന്ന്. തെളിയിക്ക്. ഈ വെറുതെ വന്നിട്ട് നമ്മുടെ എവിടെ കൊയിലാണ്ടില്ലേ, കോഴിക്കോട് കൊയിലാണ്ടി ഏത് സ്ഥലം പറഞ്ഞിരുന്നാലും അവിടെ താമസം എന്നല്ലേ പറഞ്ഞത്. ഞാൻ ആലോചിച്ചു, ഇവിടുത്തെ പൊട്ടം മുസ്ലിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒക്കിട്ട് നടന്നോ? ഇവളിങ്ങനെ കുത്തിരുന്നിട്ട് ഇമാതിരി ചെറ്റ വർത്താനം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളത്തരങ്ങൾ, പച്ച കള്ളത്തരങ്ങൾ. നാട്ടിൽ നടക്കുന്നതിൻ്റെ ABCD അറിയാണ്ട് പണ്ടെങ്ങോ ഉണ്ടാക്കിയ ഫേക്ക് സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ വലിയ ജാമിത ടീച്ചറെന്നും പേരും വെച്ചിട്ട് വല്ല TTC വല്ലതും എനിക്കുണ്ടോ? +2 പാസ്സായിട്ടുണ്ടോ? TTC ഉണ്ടോ? B.Ed ഉണ്ടോ? എന്തെങ്കിലും തേങ്ങ നിനക്കുണ്ടോ?
ഏതോ സലഫി പള്ളി 50,000 ഉറുപ്പ്യം കൊടുത്തിട്ട് ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് അല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഉണ്ടടി നിനക്ക് ടീച്ചർ എന്ന് കാണിച്ചു തരാനുള്ള ഇല്ല. ഇതുപോലെ സംഖ്യകളെ പറ്റിച്ച്, സംഖ്യകളെ പറ്റിച്ച്, മുസംഖ്യകളെ പറ്റിച്ച് യൂട്യൂബിൽ നിന്നിട്ട് പൈസയും കൊണ്ടിട്ട് ബാക്കിയുള്ള ആൾക്കാരെ മണിയടിച്ച് എന്തിനു തൂറി ജീവിക്കാൻ നിനക്കൊണ്ട് പറ്റുന്നുണ്ടോ ഗാമി? ഞാൻ ഇപ്പോൾ കാണിച്ചെന്നൊക്കെ നിനക്ക് കേട്ടല്ലോ. ഇത്രയും കണ്ട സ്ഥിതിക്ക് നിജ സമാധാനത്തിൽ പോയി കിടന്നുറങ്ങിക്കോ. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇവളുടെ യഥാർത്ഥ രൂപം ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്തോട്ടൊന്നും പറയാനില്ല.